കേരളത്തിലെ അസംഘടിത മേഖലയിൽ 1,10,00,000 ആളുകൾ പണിയെടുക്കുന്നുണ്ട്. അത് സർക്കാരിൻ്റെ കണക്കാണ്. അതിലേതാണ്ട് 75 ലക്ഷത്തോളം ആളുകൾ ഈ അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ ചെറിയ രീതിയിലാണെങ്കിലും അവരുടെ സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി നടപ്പിലാക്കിയിട്ടുള്ള കേരളത്തിലെ ക്ഷേമ പദ്ധതികളിൽ അംഗങ്ങളായിട്ടുള്ളവരാണ്. എന്നിരുന്നാലും ബാക്കി ബഹുഭൂരിപക്ഷം ആളുകൾ ഇന്നും വ്യത്യസ്തമായ വിവിധ ക്ഷേമനിധികളിൽ അംഗങ്ങളായി ചേർന്നിട്ടില്ലാത്തവരാണ്. എന്നിരുന്നാലും ചെറിയ നിലവാരത്തിലുള്ള ആനുകൂല്യങ്ങൾ ഇന്ന് ആ മേഖലയിലെ തൊഴിലാളികൾക്ക് കിട്ടുന്നത് അപര്യാപ്തമാണ്. കാരണം നമ്മുടെ രാജ്യത്ത് പല നിയമങ്ങളുമുണ്ട്, തൊഴിൽ നിയമങ്ങളുമുണ്ട്. ആ തൊഴിൽ നിയമങ്ങളുടെ ഒരു ചട്ടങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ നിയന്ത്രണങ്ങളോ ഇല്ലാത്ത ഒരു മേഖലയിലാണ് ഈ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ പണിയെടുക്കുന്നത്. സ്വാഭാവികമായിട്ടും മറ്റുള്ളവർക്ക് കിട്ടുന്ന അവധി ആനുകൂല്യങ്ങൾ, സാമൂഹ്യ സുരക്ഷയുടെ പേരിൽ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന മെഡിക്കൽ ആനുകൂല്യങ്ങൾ, അതുപോലെ തന്നെ ESI, PF തുടങ്ങിയ ആനുകൂല്യങ്ങൾ, ഇതൊന്നും നമ്മുടെ സമ്പദ്ഘടനയിൽ 80% സംഭാവന ചെയ്യുന്ന ഈ മേഖലയിലെ തൊഴിലാളികൾക്ക് കിട്ടുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ നമ്മുടെ സമ്പദ്ഘടനയിൽ ഒരുപാട് പുരോഗതി സംഭാവന ചെയ്യുന്നതും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതുമായിട്ടുള്ള മേഖലയാണ് നമ്മുടെ ഈ അസംഘടിത മേഖല. കാർഷിക മേഖല നമ്മൾ കണക്കാക്കിയാൽ 1980 മുമ്പ് നമ്മുടെ കൊച്ചു കേരളത്തിൽ 8 ലക്ഷം ഹെക്ടർ കൃഷിഭൂമി ഉണ്ടായിരുന്നു. അതിൽ 7.75 ലക്ഷം ഹെക്ടർ കൃഷിഭൂമി നെൽകൃഷിയായിരുന്നു. ആ നെൽകൃഷി ഇന്ന് 1980 മുതൽ നമ്മുടെ കേരളത്തിലെ നെൽകൃഷി ഭൂമിയുടെ അവസ്ഥയിൽ 1.75 ലക്ഷം ഹെക്ടർ കൃഷിഭൂമിയായി ചുരുങ്ങിയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും നമ്മുടെ നാട് മാറി മാറി ഭരിച്ച് സർക്കാരുകളുടെ തെറ്റായ നയങ്ങൾ മൂലം നമ്മുടെ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ജനങ്ങൾക്കാവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മേഖലയിൽ ഇന്ന് നമ്മുടെ കൃഷിഭൂമി പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദികൾ ഈ സർക്കാരുകളാണ്. പക്ഷേ അവശേഷിക്കുന്ന മേഖലയിൽ മറ്റൊരു തൊഴിലും ഏർപ്പെടാതെ ഈ കൃഷിഭൂമിയിൽ പണിയെടുത്ത് ഉപജീവനം നടത്തുന്നവർ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി, അവർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന നെല്ല് ഗവൺമെൻറ് ഏജൻസികൾ യഥാസമയം ഏറ്റെടുക്കാതിരിക്കുകയും അഥവാ ഏറ്റെടുത്താൽ തന്നെ സമയബന്ധിതമായി അവർക്ക് പണം നൽകാതിരിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാർ തന്നെ അവരെ സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ പ്രേരിപ്പിക്കുകയും ആ ലോൺ കൃത്യമായി അടച്ചു തീർക്കാൻ സാധിക്കാത്തതിൻ്റെ പേരിൽ ഇന്ന് കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാർഷിക മേഖലയിൽ പണിയെടുക്കുന്ന നമ്മുടെ സാധാരണ കർഷകർ ഇന്ന് ആത്മഹത്യ ചെയ്യുകയാണ്. ഇന്നവർ ഈ മേഖലയിൽ നിന്നും പുറകോട്ട് പോകാൻ ശ്രമിക്കുകയാണ്. വീണ്ടും അവർ ഈ മേഖലയിൽ പലരും നിൽക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മറ്റൊരു തൊഴിൽ മാർഗം അവർക്കറിയില്ല. ആ മറ്റൊരു തൊഴിൽ മാർഗം പരമ്പരാഗതമായി കാർഷിക മേഖലയിൽ തന്നെ ജോലി ചെയ്യുന്നവരായതുകൊണ്ട് അവർക്ക് ആ മേഖല വിട്ടു പോകാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ആ മേഖലയിൽ ഇനിയും അവരെ പിടിച്ചു നിർത്താൻ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന നെല്ല് യഥാസമയം സമാഹരിക്കാനും അതിന് കൃത്യമായി സർക്കാർ അതിൻ്റെ ആനുകൂല്യം നൽകാനും തയ്യാറായാൽ നമ്മുടെ കാർഷിക മേഖലയിൽ വൻ വിപ്ലവം സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ പുതിയ ചെറുപ്പക്കാരെ പുതിയ ടെക്നോളജി ഉപയോഗിച്ച് പുതിയ തരം ആശയങ്ങൾ ആ മേഖലയിൽ കൊണ്ടുവന്ന് നമ്മുടെ പുതിയ തലമുറയെ കൃഷി മേഖലയിലേക്ക് ആകർഷിക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കേണ്ടതും അതിനു വേണ്ടുന്ന ടെക്നോളജികൾ ഉപയോഗപ്പെടുത്തി നമ്മുടെ ആളുകളെ കൃഷിയിലേക്ക് പ്രോത്സാഹിപ്പിക്കേണ്ട ബാധ്യത ഗവൺമെൻറ്റിനുണ്ട്. ഗവൺമെൻറ്റുകൾ പലപ്പോഴും അത്തരം പ്രോത്സാഹനങ്ങൾ നൽകാതെ
വൻകിട മില്ലുകൾക്ക് അല്ലെങ്കിൽ കേരളത്തിൽ ഇത്രയും കൃഷിഭൂമിയും സംഭരണ ശേഷി ഉണ്ടെങ്കിലും കേരളത്തിലാകെ സർക്കാരിൻ്റെ പേരിലുള്ളത് ഒരു മില്ല് മാത്രമാണ്. ആ മില്ലിലാണ് നമ്മുടെ ഉൽപ്പാദനം നടക്കുന്നത്. പക്ഷേ ബാക്കി ബഹുഭൂരിപക്ഷം വരുന്ന മില്ലുകളും സ്വകാര്യ ഏജൻസികളുടെ പക്കലാണ്. അവരാണ് ഈ നെൽ സംഭരിക്കുന്നത്, അവരാണ് നെല്ലിൻ്റെ വില നിശ്ചയിക്കുന്നതും. സർക്കാർ താങ്ങുവിലയൊക്കെ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും അത് യഥാസമയം ഏറ്റെടുക്കുന്നതിന് കർഷകരിൽ നിന്നും തൂക്കം കുറച്ച് വില കുറച്ച് അവർ ഏറ്റെടുക്കുകയാണ്. ഇല്ലെങ്കിൽ അവർ ഏറ്റെടുക്കാതിരുന്നാൽ അത്രയും നെല്ല് കൂടി കർഷകന് നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് നഷ്ടങ്ങളെല്ലാം സഹിച്ച് അവൻ ഇത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പുതിയ തലമുറ ഇത് കണ്ട് ഈ രംഗത്തേക്ക് വരാൻ തയ്യാറാകാത്ത ഒരു സ്ഥിതിയാണ് നമ്മുടെ നാട്ടിൽ ഇന്നുള്ളത്. മറ്റ് സംഘടിത മേഖലയിൽ ഉള്ള പ്രൊട്ടക്ഷൻ നമ്മുടെ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കും കിട്ടണം. അവരും ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ്. ഈ സമൂഹത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ സംഭാവനയാണ്. ഈ സമൂഹം രാവിലെ കാതോർക്കുന്നതും നമുക്കറിയാം. കേരളത്തിലെ സാധാരണക്കാരന് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ തുടങ്ങി അവൻ ഭക്ഷിക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് മുതൽ അല്ലെങ്കിൽ കാർഷിക മേഖലയിലെ എല്ലാ വിഭാഗത്തിലും ഉൾപ്പെടുന്ന മേഖലയിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികൾ എന്നുള്ള നിലയിൽ അവർക്ക് സംഘടിത മേഖലയിൽ ജീവനക്കാർക്ക് കിട്ടുന്ന എല്ലാ അവകാശങ്ങളും ആനുകൂല്യങ്ങളും അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് നൽകണം. അവർക്ക് ഒരു മിനിമം കൂലി സർക്കാർ നിശ്ചയിക്കണം. എല്ലാ മേഖലയിലും അവർ പണിയെടുക്കുന്ന എല്ലാ മേഖലയിലും സർക്കാർ ഒരു ശരിക്കും പറഞ്ഞാൽ മിനിമം കൂലിയല്ല, ഒരു ഫെയർ വേജസ് തന്നെ നിശ്ചയിക്കണം. ഈ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ രാജ്യത്തിൻ്റെ വികസന പ്രക്രിയയുടെ പ്രധാന പങ്ക് വഹിക്കുന്നവർ എന്നുള്ള നിലയിൽ അവർക്ക് ഒരു ഫെയർ വേജസ് നിശ്ചയിക്കുകയും അവരെ ഈ നിയമത്തിൻ്റെയും ചട്ടങ്ങളുടെയും നിയന്ത്രണങ്ങളുടെയും പരിധിയിൽ കൊണ്ടുവരികയും അവരുടെ സാമൂഹ്യ സുരക്ഷയ്ക്ക് സാധാരണക്കാരന് കിട്ടുന്ന ആരോഗ്യപരമായ മേഖലയിൽ കിട്ടുന്ന സംരക്ഷണവും സാമൂഹ്യപരമായി കിട്ടുന്ന സംരക്ഷണവും ഈ മേഖലയിലെ തൊഴിലാളികൾക്ക് നൽകുകയും ഇവരെ പുതിയ ടെക്നോളജികൾ ഉപയോഗിക്കാൻ അവർക്ക് വേണ്ടുന്ന പരിശീലനങ്ങൾ നൽകുകയും അതുപോലെ തന്നെ കാർഷിക മേഖലയ്ക്ക് പ്രത്യേക പാക്കേജുകൾ ഗവൺമെൻറ് പ്രഖ്യാപിക്കണം. പലിശ രഹിതമായ വായ്പകളും പലിശ ഇളവുള്ള വായ്പകളും അതുപോലെ തന്നെ അവർക്ക് കൊടുക്കുന്ന ലോണുകളൊക്കെ സ്വാഭാവികമായിട്ടും അതിന് ചില ഇളവുകൾ അനുവദിച്ചുകൊണ്ട് അവർക്ക് കാർഷിക മേഖലയിൽ ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ തരത്തിൽ അല്ലെങ്കിൽ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് സ്വന്തമായി തൊഴിൽ ചെയ്ത് അവർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ സർക്കാർ ഏജൻസി വഴി കൃത്യമായി ഏറ്റെടുക്കുകയും അതിന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് സമൂഹത്തിൽ അവർ സംഭാവന ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത ഗവൺമെൻറ്റിനുള്ളത് കൊണ്ട് അവർക്ക് മുൻകൂട്ടി അത് ഉൽപ്പാദിപ്പിക്കുവാനുള്ള ധനസഹായം എന്നുള്ള നിലയിൽ മുൻകൂട്ടി പണം നൽകി അവരെ ഈ മേഖലയിൽ കൈപിടിച്ച് പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരാനുള്ള ഒരു സ്കീം നമ്മുടെ ഗവൺമെൻറ്റുകൾ പ്രഖ്യാപിക്കണം. അതുപോലെ തന്നെ അവരുടെ സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്തണം. സാമ്പത്തികപരമായി ഇന്ന് 77% അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ കടബാധ്യതയിൽ നിൽക്കുന്നവരാണ്. ആ ബാധ്യത പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കുകയും തുടർന്നുള്ള അവരുടെ രംഗങ്ങളിൽ വൈദഗ്ധ്യം തെളിയിക്കുവാനുള്ള മാർഗങ്ങൾ കാട്ടിക്കൊടുക്കുകയും ചെയ്താൽ തീർച്ചയായും നമ്മുടെ എല്ലാ മേഖലയിലും തൻ്റേതായ കഴിവുകൾ തെളിയിച്ച് അവർ ഈ സമൂഹത്തിൻ്റെ മറ്റുള്ളവരെ പോലെ ഈ സമൂഹത്തിൻ്റെ വികസന പ്രക്രിയയുടെ ഭാഗമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും.